എല്ലാവർക്കും KKN ചൂലൂർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ രസകരമായിട്ടൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. അതായത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അദ്ദേഹം ഞങ്ങൾ താമസിക്കുന്ന, അതായത് ഞാനും എൻ്റെ കൂട്ടുകാരൻ നമ്പൂതിരിയാണ്. അദ്ദേഹം താമസിക്കുന്ന അടുത്ത് ഒരു 10-12 കിലോമീറ്റർ ദൂരത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, ഒരു വിഷ്ണു ക്ഷേത്രം. അവിടുത്തെ പൂജാരിയാണ് എൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അപ്പം അങ്ങനെ രാത്രി വാസുദേവൻ നമ്പൂതിരി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച്, അതായത് അമ്പലത്തിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച്, എല്ലാ ദിവസവും അദ്ദേഹം ഇല്ലത്ത് വരും. അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് ഇല്ലത്ത് വന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, നല്ല മഴയാണ്. ഒരു 4-5 ദിവസമായിട്ട് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം രാവിലെ ഓട്ടോറിക്ഷക്കാരനോട് ഒരു 5 മണിക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. 5:30 മണിക്ക് നട തുറക്കണം ശ്രീകോവിലിൻ്റെ, അങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്നു. രാവിലെ എത്രയോ കഷ്ടപ്പെട്ട് എങ്ങനെയോ 5:30 മണിക്ക് എത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ വന്ന സമയത്ത് അവിടെയൊക്കെ റോഡെല്ലാം മുങ്ങിക്കിടക്കുകയാണ്, പിന്നെ തിരുമേനി വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ, വളരെ തിരിച്ച് പോകുമ്പോഴേ വെള്ളം കയറിയിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ചു വന്നപ്പം വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു, എന്നോട് വിളിച്ച് പറഞ്ഞു, ഒരു രക്ഷയില്ല, പോകാൻ നിവൃത്തിയില്ല എന്ന്. അങ്ങനെ വേറെ വഴിക്ക് പോയി. അവിടെയും വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്, എല്ലാ വഴിയും വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെ എന്താ വേണ്ടത് നിശ്ചയില്ലാത്തൊരു അവസ്ഥ വന്നു. അങ്ങനെ ചെറിയൊരു ഇടവഴിക്ക് വേണേൽ പോകണമെങ്കിൽ അവിടെ ഓട്ടോറിക്ഷ പോയില്ല. അപ്പം ഞാൻ എൻ്റെ മോട്ടോർ എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന് കൂട്ടി അങ്ങനെ പോയി. അങ്ങനെ പല വഴിക്ക് ചുറ്റി കറങ്ങി അങ്ങനെ അവസാനം സമയം 5:30 മണിക്ക് തുറക്കേണ്ട സമയം കഴിഞ്ഞാൽ 6 മണിയായി, 6:30, 7 മണിയായിട്ട് ഞങ്ങൾക്ക് എത്താൻ പറ്റില്ല. ഈ സമയത്ത് സെക്രട്ടറി ഇദ്ദേഹത്തിനെ വിളിച്ചു, എവിടെയാണ് തിരുമേനി എവിടെയാണ്? അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വെള്ളത്തിലാണ്, വെള്ളം ഇറങ്ങിയിട്ട് വരാമെന്ന്. അപ്പം സെക്രട്ടറി തെറ്റിദ്ധരിച്ചു. കാരണം വെള്ളത്തിലാന്ന് പറഞ്ഞ സമയത്ത് അല്ല, മദ്യപിച്ച് കിടക്കാനാണ് വിചാരിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് ഒരു നമ്പുകാരൊക്കെ കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ പണ്ടത്തെ കാലമല്ലല്ലോ, അപ്പം അതുകൊണ്ട് അങ്ങനെ കഴിച്ച്, മഴക്കാലമാണല്ലോ, തണുപ്പ് തട്ടിയപ്പം കഴിച്ചാവുന്നെന്തോ ധരിച്ചു. ആദ്യം കമ്മിറ്റിക്കാരൊക്കെ വിളിച്ച് വരുത്തി, നമ്മുടെ തിരുമേനി വെള്ളത്തിലാണ്. അവരൊക്കെ എല്ലാവരും അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അങ്ങനെ സമയം 7 മണി കഴിഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെയോ പല വഴിക്ക് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. ഏതായാലും ഒരുവിധം അദ്ദേഹത്തിന് അമ്പലത്തിൽ എത്തിച്ചു. അപ്പം ഇദ്ദേഹത്തിനെ അടിക്കാൻ വേണ്ടി എല്ലാവരും വന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അദ്ദേഹം തെറ്റിയത്? 4 ഭാഗത്തും വെള്ളമായിരുന്നു. ഓ, അതാണ് കാര്യമല്ലേ. ഇദ്ദേഹം വിചാരിച്ചെന്ന് വെച്ചാൽ വെള്ളം അടിച്ചിട്ട്. അപ്പോൾ അവർക്ക് സങ്കടമായി. ഓ, കഷ്ടം. അപ്പം അങ്ങനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു കൊടുത്തു, ബോധ്യപ്പെടുത്തിയ. അപ്പം അങ്ങനെ അവർ പറയാണ്, 5:30 മണിക്ക് ഭഗവാൻ എല്ലാ ദിവസവും മലർനീദ്യം കഴിക്കാറുണ്ട്. അത് ഇന്ന് മുടങ്ങി. ഇന്നിപ്പം 7 മണിയായി. 7 മണിയായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 7 മണിക്ക് നമ്മൾ എന്താ ചെയ്യുക? 7 മണിക്ക് ഭഗവാൻ പട്ടിണി കിടന്ന് അകത്ത് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, വാതിലൊക്കെ പൂട്ടിക്കൊണ്ട് ഭഗവാൻ തുറന്ന് പുറത്ത് വെക്കാനും വയ്യല്ലോ. ഇന്നലെ മേശാന്തി പോകുമ്പോൾ അടച്ച് പൂട്ടി പോയതുകൊണ്ട് ഭഗവാന് തുറന്ന് പുറത്ത് വെക്കാൻ മേശാന്തിൻ്റെ സഹായിലാണ് പുറത്ത് പോകാനും വയ്യല്ലേ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ചില്ല, നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും കഴിച്ച് പോരും. ദേവന് പൊതു നിവർത്തിയില്ല, കാരണം മേശാന്തി വാതിൽ പൂട്ടി പോയിട്ട് പോകാനും വയ്യ. അപ്പം അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിലായി. ഏതായാലും അദ്ദേഹം പോയി ചെന്ന് പെട്ടെന്ന് കുളിച്ചു, നട തുറന്നു, ആ മലനിധിയൊക്കെ കഴിച്ചു. കുറച്ച് വൈകിട്ട് ക്ഷമയൊക്കെ പറഞ്ഞു, ഭഗവാനെ കുറച്ച് വഴുകി, സാരമില്ല എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഏതായാലും ഒരു 10 മണി വരെ ഞാനിവിടെ നിന്നു. അദ്ദേഹം പൂജയൊക്കെ കഴിഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു കമ്മിറ്റിക്കാരോടും, അല്ല, ഈ ദേവൻ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ദേവനാണ്. ഈ മനുഷ്യനിർമ്മിതമായ ദേവനായതുകൊണ്ടാണോ ഈ 6 മണിക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് ദേഷ്യം വരാനും, അല്ലെങ്കിൽ 7 മണിക്ക് പൂജ കിട്ടിയില്ലെങ്കിൽ വിഷമം വരാനും, ഉച്ചപൂജയ്ക്ക് ഭക്ഷണം കിട്ടിയ വിഷമം വരാൻ മനുഷ്യന് പ്രതിഷ്ഠിച്ചുകൊണ്ടാലോ വരാൻ കാരണം അല്ലേ? അതല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. സാക്ഷാൽ ഭഗവാനെ സംബന്ധിച്ച് ഞാനോ കേട്ടിട്ടുണ്ട്, ഭഗവാന് വിശപ്പില്ല, ദാഹമില്ല, ദേഷ്യമില്ല, കോപമില്ല, ഇതൊന്നുമില്ലാത്ത നിർഗുണ പരബ്രഹ്മമാണ് ഈശ്വരൻ എന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഈ നിർഗുണ പരബ്രഹ്മത്തിൽ ഇത്തരം വികാരങ്ങളൊന്നുമില്ല. ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇലക്ട്രിസിറ്റി എവിടെ? ഇലക്ട്രിസിറ്റി പോലെ അവിടെ കത്തും, ഇന്നയാളെ വീടാണോ എന്ന് നോക്കിയിട്ടല്ല, അവിടെ അതിൻ്റെ ആ ഒരു ധർമ്മം, അതിൻ്റെ ആ കർമ്മം നിറവേറ്റും. അപ്പം അതുപോലെ സാക്ഷാൽ ഈശ്വരന് ഇതൊന്നും ബാധകമല്ല. സാക്ഷാൽ ഈശ്വരന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഈശ്വരന് സാക്ഷാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഏകം സത് വിപ്രാ ബഹുധാവന്തി എന്ന് പറഞ്ഞിട്ട് സംസ്കൃതം പറയുന്നുണ്ട്. ഈശ്വരനും ഒന്നേ ഉള്ളൂ, രണ്ടില്ല ഈശ്വരൻ. ആ എല്ലാ പുരാണങ്ങളും അരച്ച് കിടക്കി നോക്കിയാലും, വേദങ്ങൾ നോക്കിയാലും, പുരാണങ്ങൾ നോക്കിയാലും, 18 പുരാണങ്ങൾ നോക്കിയാലും ഒക്കെ ഞാൻ ഇതൊക്കെ നോക്കിയ ആളാണ്. ഇതിലൊക്കെ ദൈവം ഈശ്വരൻ ഒന്നേ കാണുള്ളൂ. പിന്നെ പല രൂപത്തിലിങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരിലിങ്ങനെ ഓരോരുത്തർ പ്രതിഷ്ഠിക്കാമെന്നല്ലാതെ. അപ്പം അങ്ങനെയുള്ള ഈശ്വരന് ഇങ്ങനെ രാവിലെ കുറച്ച് നേരം വഴികിയ വിശപ്പുണ്ടാവുമോ സെക്രട്ടറി എന്ന് ചോദിച്ചേ. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞില്ല. ഏതായാലും ശാന്തിക്കാരൻ്റെ ഒക്കെ സ്ഥിതി വളരെ കഷ്ടമാണ്. കാരണം ഇത്ര നേരം കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പോയി. ഇത് എന്താ വെച്ചാൽ ഈ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പലത്തിലുള്ള ഈശ്വരൻ
അത് കാര്യങ്ങൾ നേരെയാവുന്ന അല്ലെങ്കിൽ ഓരോരോ ഭക്തന്മാർ സങ്കടങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ധാരണ. അങ്ങനെ വെച്ചാൽ പിന്നെ ഈ ഭക്ഷണം 10 മിനിറ്റ് വഴിക്കുക ദേഷ്യപ്പെട്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ചോദിച്ചും സെക്രട്ടറി ഒന്നും പറയാൻ ഞാൻ കഴിഞ്ഞു. എന്തായാലും ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ഇതാണ്. ഞാൻ ഇന്ന് രാവിലെ ഉണ്ടായ പിന്നെ ഒരു 1-2 വീഡിയോസും ഇതിൽ പോസ്റ്റ് ചെയ്യുക. ആ വെള്ളത്തിൻ്റെ ആ ഓട്ടോറിക്ഷയിൽ പോകുന്നു, അത് അദ്ദേഹം അടുത്താണ് ഒന്ന് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുക.